നിൽക്കുന്നത്? വൈക്കം മഹാദേവ ക്ഷേത്രം. നിക്ക് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് വരാട്ടോ. എനിക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയൊരു ശീലം, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയൊക്കെ നോക്കി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമ്മളിന്ന് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലാണ് പോകുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമുക്കിന്ന് അവിടെ ഒരു പ്രാതലുണ്ട് കേട്ടോ. പ്രാതലിന് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ റെഡിയായിട്ട് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് ചെന്നു. നല്ല വെയിലായിരുന്നു, ചുട്ടുപൊള്ളുമായിരുന്നു മൊത്തത്തിൽ. കുറച്ച് നേരം നിന്നു, കാരണം നമ്മൾ ഇച്ചിരി നേരത്തെയാണ് കേട്ടോ വന്നത്. നമ്മൾ ചെന്ന ടൈമിൽ അവിടെ നാണയമൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. വൈക്കത്തെ അഷ്ടമിയുടെ ആണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവരൊരു സൈഡിലിരുന്ന് എണ്ണുന്നുണ്ട്, മറ്റേ സൈഡിൽ നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാതലൊക്കെ കൊണ്ടുപോകുന്നത് നമുക്ക് അവിടെ നിന്നാൽ ലൈവായിട്ട് കാണാമായിരുന്നു കേട്ടോ. ശീവേലി എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കൂടുന്നത്. നമ്മൾ വൈക്കത്ത് വന്നിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വൈക്കത്ത് അമ്പലത്തിൽ പോകുന്നതെങ്കിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് ഇതൊക്കെ തൊഴാൻ പറ്റുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രാതൽ ഭഗവാനെ നീതിച്ചിട്ട് അവിടെ നിന്ന് നേരെ ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോവുക. 3 ക്യൂ ഉണ്ട് കേട്ടോ. ഈ വണ്ടിയിലാണ് ഇത് കൊണ്ടുപോകാറ്. എനിക്കിതെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവിടെ തന്നെ 3 ക്യൂ ഉണ്ടായിരുന്നു. ഒന്ന് ജനറൽ, പിന്നൊന്ന് പ്രാതൽ നടത്തുന്ന ആൾക്കാരുടെ ബന്ധുക്കൾ, അവരുടെ അടുത്ത ആൾക്കാർ, പിന്നെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർക്ക്. നമുക്ക് ഈ റോസ് കളറിലെ കൂപ്പണായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറൊരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളതിനെ ആദ്യം തന്നെ കയറിയിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ തന്നെ ഇലയെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് അത്യാവശ്യം കറികളും എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറായിരുന്നു വരേണ്ടിരുന്നത്. അത് ഇതുപോലത്തെ ഒരു വണ്ടിയിലാണ് കേട്ടോ വരുന്നത്. 2 വശത്തേക്കും വിളമ്പി അവരിങ്ങനെ പോവാറാണ്. ഇതിൽ ആ നേദിച്ച ചോറുകൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് വ്യത്യാസം കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ചോറ്, സാമ്പാറും, അവിയലും, എരിശ്ശേരിയും, പപ്പടം എല്ലാം കൂട്ടി ചോറുണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് നേരെ പായസമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അതും അതുപോലെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പായസം എന്ന് പറഞ്ഞാൽ ശൈശ്യാണ് കേട്ടോ. എനിക്കത് കഴിച്ചപ്പോഴത്തേക്കും മനസ്സിൽ വന്നത് പണ്ട് നമ്മുടെ കളറോട് അമ്പലത്തിൽ ശൈശ്യമുള്ളപ്പോൾ പാത്രം എല്ലാം കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു ഓർമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.